എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം, അതായത് ഈ വരുന്ന മാസം ജനുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Five of Cups, Six of Swords, Ace of Wands, Hierophant, അതുപോലെ തന്നെ Four of Swords, Ace of Cups. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 5 ഓഫ് കപ്സ് ആൻഡ് ഹൈറഫന്റ് എനർജിയാണ്. പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഒരു ശൂന്യതയിൽ നിന്ന് പുറത്തേക്ക് വരികയാണെന്ന് പറയാം. ഈ ഒരു മാസം തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളിലും ഉണ്ടായിരുന്ന ഒരു പകപ്പ്, അല്ലെങ്കിൽ ഒരു ഇത് വേണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഇനി മുന്നോട്ടേക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ ഏത് വഴിക്ക് പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രധാനമായിട്ട് തീരുമാനം എടുക്കുകയാണ്. നിങ്ങൾ കുടുംബവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, കുടുംബം, വീട് ഇത്യാദി കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങളുടെ ജോലിയുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കാം. കാരണം കുടുംബം, വീടെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വീട്ട് മാറുന്നുണ്ടാവും. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് പുതിയൊരു ജോലി ലഭിക്കുന്നുണ്ട്. അപ്പോൾ താമസിക്കുന്ന ഇടത്ത് നിന്ന് മാറി മറ്റൊരിടത്തേക്ക് പോകാം. അപ്പോൾ അച്ഛനമ്മമാരോടോ ഒരുമിച്ചാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുണ്ട് അവിടെയാണ് എങ്കിൽ അവിടെ നിന്ന് മാറേണ്ടി, ജോലി സംബന്ധമായിട്ട് വളരെ വലിയൊരു നിങ്ങൾക്കൊരു അവസരം ലഭിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് മാറേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള തീരുമാനങ്ങളാവാം. അപ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു തീരുമാനം, ഇനി തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് മാറി പോകണമോ, അതോ ഈ ഒരു ജോലി വേണ്ടെന്ന് വെച്ച് ഇവിടെ തന്നെ വേറെ അവസരങ്ങൾ നോക്കണോ, അങ്ങനെയൊക്കെ ഉള്ളൊരു കലുഷിതമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരിക്കും ചിന്ത. അതായത് നല്ലൊരു സമയമാണ്, പക്ഷെ തീരുമാനമെടുക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വീട് അവിടെ വിട്ടിട്ട് പോകണമോ, ഫാമിലി ആയിട്ട് പോകണോ, ഫാമിലി സിറ്റുവേഷൻസ്, അപ്പോൾ നിങ്ങളുടെ സ്പൗസിൻ്റെ ജോലി, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ജോലി ഉണ്ടെങ്കിൽ ജോലി, കുട്ടികളുടെ പഠിത്തം, കുട്ടികളുള്ളവരാണെങ്കിൽ, അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെയൊക്കെ തീരുമാനം. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഫാമിലിയിൽ നിന്ന് വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു അന്തരീക്ഷം, ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുന്ന പല കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ട് കിട്ടാത്ത, നോക്കിയിട്ട് കാണാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അവസരങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്താഗതിയിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ പല അവസരങ്ങളും നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്ന സമയമാണ്. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ പെട്ടെന്ന് തീരുമാനം എടുക്കാതിരിക്കുക. കുറച്ച് നോക്കുക, ഒരു സമയമോ അല്ലെങ്കിൽ കുറച്ചുകൂടി സമയം നീട്ടി കിട്ടുന്നുണ്ട് തീരുമാനമെടുക്കാൻ, അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്ത് അല്ലെങ്കിൽ നീട്ടി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക. ഇല്ലാത്ത പക്ഷം, അതായത് ചാടിക്കയറി പെട്ടെന്ന്, കാരണം നമ്മൾ പലരും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ശ്രമിച്ചിട്ട് ഒന്നും നടക്കാതെ വരുന്ന സമയത്ത് പെട്ടെന്നൊരു അവസരം വന്നാൽ കിട്ടിയതാണ് എന്ന് വിചാരിച്ച് പെട്ടെന്ന് ചാടിക്കയറി എടുക്കും. അങ്ങനെ പെട്ടെന്ന് ധൃതി പിടിച്ച് പോവാതിരിക്കുക, അവസരങ്ങൾ വരുന്ന സമയമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് നോക്കുക, പക്ഷെ സമയവും ഒക്കെ നോക്കി വേണം മുന്നോട്ടേക്ക് പോകാൻ എന്നുള്ളതാണ്. ഹൈറഫന്റ് എനർജിയാണ്, ദൈവഭാഗ്യം, ദൈവാനുഗ്രഹം ഒക്കെ ഉള്ളൊരു സമയവുമാണ്. അതേപോലെ തന്നെ ചുറ്റുപാടുമുള്ള ചില ആളുകൾ, എല്ലാവരുമല്ല, ചില ആളുകൾ നിങ്ങൾക്ക് വളരെയധികം നല്ല ഉപദേശങ്ങൾ, നല്ല അഡ്വൈസസ് ഒക്കെ തരുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുപോലുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ അങ്ങനെയുള്ള അവരുടെ ഉപദേശങ്ങളൊക്കെ തേടുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. ഈ ഒരു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹൈറഫന്റ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പുതിയ പഴയ പ്രാചീനമായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള ആചാരങ്ങളൊക്കെ കാത്തു സൂക്ഷിച്ചു പോരുന്ന വ്യക്തികൾ, നിങ്ങൾക്കിപ്പോൾ വളരെയധികം, അതായത് നമ്മൾ പലരെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, മതം ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ആത്മീയതയിൽ വിശ്വസിക്കുന്ന ആളുകളായിരിക്കാം. പക്ഷെ നിങ്ങൾ ഉൾപ്പെടുന്ന ആ ഒരു കമ്മ്യൂണിറ്റി ആളുകൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വസിച്ചുകൂടാ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു തരത്തിലുള്ള കമ്മ്യൂണിറ്റി ആവാം. അപ്പോൾ ഒരു വ്യക്തി സയൻറ്റിസ്റ്റ് ആയിട്ട് ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി റിലീജിയസ് ആവാൻ പാടില്ല, അല്ലെങ്കിൽ സ്പിരിച്വൽ ആവില്ല, സയൻസുമായിട്ട് ഇതിന് ബന്ധമില്ല,
എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുമ്പോൾ അതിലുള്ള ആളുകൾ മറ്റു ചില കാര്യങ്ങളിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഫോഴ്സ്ഡ് ആവണം, ബലമായിട്ട് നിങ്ങളുടെ വിശ്വാസങ്ങളെ മാറ്റി നിർത്തേണ്ടി വരുന്ന അവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന, അങ്ങനെ പല പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ പഴയത് വേണ്ടെന്ന് വെക്കാൻ നിങ്ങൾ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ നിങ്ങൾ ഒരു ധൈര്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങൾ നിങ്ങളുടേത് മാത്രമാണ്. ആവശ്യമില്ലാതെ ആളുകൾ അതിൽ കൈകടത്തുകയോ ഉപദേശങ്ങൾ തരുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കാം. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏത് ഏരിയയിൽ നിങ്ങൾ ചോദിക്കുന്നിടത്ത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് ഉപദേശങ്ങൾ തരുന്ന ആളുകളെ ജീവിതത്തിലേക്ക് അക്സെപ്റ്റ് ചെയ്യുക. അല്ലാത്തവരെ തള്ളിക്കളയുക എന്നുള്ളതല്ല, അല്ലാത്തവരോട് പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് പേഴ്സണലാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്ന് വളരെ പക്വമായിട്ട് ചിരിച്ചുകൊണ്ട് പറയാനായിട്ട് പഠിക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. കാരണം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിതത്തിൽ സങ്കടങ്ങൾ വരുമ്പോൾ ദൈവത്തെ വിളിക്കുക, അല്ലെങ്കിൽ ആ ഒരു ആത്മീയത നിങ്ങൾക്കൊരു മനസ്സമാധാനം തരുന്ന കാര്യമാണ്. പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളത് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെയാണ് നിങ്ങൾ ഒഴിവാക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അത് വളരെയധികം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വന്നിട്ട് 6 of Swords and 4 of Swords എനർജിയാണ്. ബ്യൂട്ടിഫുൾ എനർജി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പലരും കുറച്ചധികം നാളായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമായിരിക്കും വിദേശത്തേക്ക് പോകുക എന്നുള്ളത്. അപ്പോൾ വിദേശത്തേക്ക് പോകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. വിസ, പെർമിറ്റ് കാര്യങ്ങൾ, വർക്ക് പെർമിറ്റ്, റെസിഡൻസ് പെർമിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണിത്. പലരും ഫാമിലിയോടൊപ്പം തന്നെ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഒറ്റയ്ക്കല്ലാതെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ ഹസ്ബൻഡോ വൈഫ് കുട്ടികൾ ഇങ്ങനെ ഒരുമിച്ച് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒത്തിരി സംതൃപ്തി തരുന്ന ഒരു കാര്യം തന്നെയാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ഒഴുക്കൻ മട്ടിലല്ല ജീവിതം, നല്ല ഉയർച്ചയിലേക്ക് ജീവിതം മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ള, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. പലരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറുന്നുണ്ട്. നിങ്ങൾ ജീവിതം തിരിച്ചു പിടിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ അധ്യായം മാറ്റിവെച്ചിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ വേണ്ടി മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ 4 of Swords എനർജിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുന്ന സമയമാണ്. ചില ആളുകൾ ഇതിപ്പോൾ നിങ്ങളുടെ കാര്യമായിരിക്കില്ല, ചിലപ്പോൾ നിങ്ങളുടെ പാരൻസിൻ്റെ ആയിരിക്കാം. കുറച്ച് നാളുകളായിട്ട് പാരൻസിൻ്റെ അസുഖങ്ങൾ നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങളുടേതാവാം. അപ്പോൾ ആരുടെ ആയാലും ആരോഗ്യപരമായിട്ട് കുറച്ചധികം നാളുകളായിട്ട് കഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കൽ മെൻ്റൽ, അതായത് 2 തരത്തിൽ, ഇപ്പോൾ ശാരീരികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് അത് മാറുന്നതാവാം. അതേപോലെ ഡിപ്രഷൻ, ആങ്സൈറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പാടുപെടുന്നവർ അതിലും ഒരു ഹീലിംഗ്, അതിൽ ഒരു എല്ലാം ഹീൽ ചെയ്ത് വരുന്ന ഒരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. ഒരു സമാധാനവും സ്വസ്ഥതയും ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ ഒരു മാസം കാണിക്കുന്നത്. ഏസ് ഓഫ് ഫോൺസ് ആൻഡ് ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. ഈ ഒരു വർഷത്തിൻ്റെ, അതായത് ഈ ഒരു മാസം എന്ന് പറയുന്നത് ഈ വർഷത്തിൻ്റെ തുടക്കം മാത്രമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതായത് അപ്പോൾ എല്ലാം പുതിയതായിട്ട് തുടങ്ങുകയാണ്. ആദ്യമേ നിന്ന് പല കാര്യങ്ങളും പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു ജനുവരി മാസം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏസ് ഓഫ് ഫോൺസ് എനർജിയാണ്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലരും ജീവിതം ഇവിടെ ഈ ഒരു മാസത്തിൽ ജീവിതം തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പുതിയ ജോലി ലഭിക്കുന്നുണ്ടാവാം, ജീവിത ചിന്തകൾ, ഇപ്പോൾ വീട് മാറുന്നുണ്ട്, പുതിയ വീട് വാങ്ങിക്കുന്നുണ്ട്, പുതിയ വീട്ടിലേക്ക് കയറി താമസിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. പലരും നിങ്ങളുടെ ചിന്താഗതികൾ, നിങ്ങളുടെ മതം, നിങ്ങളുടെ ആത്മീയമായിട്ടുള്ള ചിന്തകൾ, അങ്ങനെയുള്ള സ്പിരിച്വൽ സൈഡ്, അങ്ങനെയുള്ള കാര്യങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതി തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ജീവിതത്തിൽ മൊത്തത്തിൽ പല കാര്യങ്ങളിലും പല മേഖലകളിലും ഒക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ ജീവിതം എന്താണോ അത് മനസ്സിലാക്കി നോ പറയേണ്ടടുത്ത് നോ ഒക്കെ പറഞ്ഞ് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു വർഷമാണ്. അതേപോലെ തന്നെ ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. സാമൂഹ്യ സേവന രംഗത്തുള്ളവർക്ക് വളരെയധികം നല്ല സാധ്യതകളാണ്. വളരെയധികം മറ്റുള്ളവരെ കൺവിൻസ് ചെയ്ത് അതായത് വാക്ചാതുര്യം, വാക്കുകളിലൂടെ മറ്റുള്ളവരെ, നിങ്ങൾ എന്താണോ പറയുന്നത് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ വളരെ മിടുക്കാണ്. നിങ്ങൾ പറയുന്നത് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് പെട്ടെന്ന് പറ്റുന്ന ഒരു മാസമാണ് പ്രത്യേകിച്ച്. അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം പ്രണയത്തിലായിട്ടുള്ളവരാണ് എങ്കിൽ പ്രണയം വിവാഹത്തിലേക്ക് കലാശിക്കുന്നതാണ്.
കൂടുതലായിട്ട് കാണിക്കുന്നത്. അതേപോലെ പ്രണയത്തിലേക്ക് പോകുന്നതും ഒരു റൊമാൻറ്റിക് പ്രപ്പോസൽ ഒക്കെ വരുന്നതായിട്ടുള്ളൊരു സൂചന കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടിയിട്ട് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ച്, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ നല്ല സമയമൊക്കെ ആണെങ്കിൽ കൂടിയും നിങ്ങൾ പ്രയത്നിക്കുകയാണെങ്കിൽ അതിനുള്ള ഫലം ലഭിക്കുക എന്നുള്ള രീതിയിലാണ്. അതായത് ഒന്നും ചെയ്യാതെ അതിനുള്ള ഫലമൊന്നും ലഭിക്കില്ല, പ്രയത്നിച്ചാൽ ആക്ഷൻ എടുത്താൽ അതിനുള്ള ഫലം തീർച്ചയായിട്ടും ലഭിക്കുന്ന ഒരു സമയം എന്ന് പറയാം. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പല പുതിയ നേട്ടങ്ങളും ജീവിതത്തിൽ വരുന്ന ഒരു സമയം കൂടിയിട്ടായിരിക്കും. പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.